പ്രിയമുള്ളവരെ, സുനിൽ വാസ്തവാണ്. N4 നജയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കീഴ്ശേരിയാണ് മുത്തപ്പന്റെ ക്ഷേത്രം. കേട്ടറിഞ്ഞു പോയതാണ്. അപ്രതീക്ഷിതമായിട്ട് എത്തി ഞങ്ങള്. അവിടെ ചെന്നപ്പോ തന്നെ 11:30 ആയിട്ടുണ്ട്. നല്ല ചെണ്ടമേളം കാര്യമൊക്കെ ഉണ്ട്. അതിന്റെ കൂടെ മുത്തപ്പൻ തറയാണ്. മുത്തപ്പൻ തറ ഗംഭീരമായ തറ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പഴയ തറവാട്. അവിടെ എത്തിയപ്പോ തന്നെ അതിന്റെ മുറ്റത്തൊരു പഴയ കൂട്ടുകുടുംബ സിസ്റ്റം. കൂടെയുള്ള മുത്തപ്പന്റെ കൂടെയുള്ള സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളൊക്കെ കലാകാരന്മാരൊക്കെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം അതിന്റെ ആ തീ കൊണ്ടുള്ള കുറച്ച് ഉപകരണമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം രസമായിട്ടുണ്ട്. കാരണം പ്രേക്ഷകർക്കൊക്കെ ഞെട്ടലും ഒക്കെ ഉണ്ടായിന്. ഒരു അത്ഭുതം തോന്നിയപ്പം. അതുപോലെ മുത്തപ്പൻ്റെതും. ഒരു 12:30 1 മണിയൊക്കെ ആയപ്പോഴേക്കും ശേഷം ഗുളികൻ സ്റ്റാർട്ട് ചെയ്തത്. ഗുളികൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മള് പേടിപ്പെടുത്തുന്ന ഭയാനകമായിട്ടുള്ള ഒരു ഫേസ്. ആ കലാകാരൻ ആ മൂർത്തിയെ പൂർണ്ണമായിട്ട് ആവാഹിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കാന്താര സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ അതിഗംഭീരമായിട്ട് പലപ്പോഴും ഉറക്കം ഇങ്ങനെ വന്നെടുക്കുമ്പോൾ ഈ ഒരു ഗുളികൻ മുന്നിൽ വന്ന് ഒറ്റ കൂക്കാ. നമ്മൾ ഞെട്ടിപ്പോവും. അപ്പൊ നല്ല പെർഫോമൻസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ ഇങ്ങനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അതിന്റെ കൂടെ ഈ ഗുളികന്റെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കലാകാരന്മാര് കോമഡി ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കുട്ടീനെയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കുറച്ച് കോമഡി ഉരലിന്റെ മുകളിലൊക്കെ വെച്ചിട്ട് കുറച്ച് രസകരമായുള്ള സംഭവം. ആൾക്കാര് ഉറക്കത്തിന്റെ ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അതിന്റെ ഇടയിൽ കൂടെ ഗുളികൻ വന്നിട്ട് നാവൊക്കെ പുറത്തേക്ക് നീട്ടിയാണ്ട് രണ്ട് നോട്ടം നോക്കുമ്പോൾ നമ്മൾ ഞെട്ടി ഉണരും. ഭയങ്കരം. പിന്നെ ഇത് പ്രത്യേകം ഉത്തമത്തിലും മധ്യമത്തിലും ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ 12 മണി കഴിഞ്ഞാൽ മദ്യമാണ്. അവിടെ കള്ളക്കാണ് അവിടുത്തെ വഴിപാടും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഞങ്ങൾക്ക് പ്രസാദമായി തന്നു. നല്ലൊരു സ്വന്തം വീട്ടില് തറവാട്ടിലെ ഉത്സവത്തിന് പോയൊരവസ്ഥ. നാവ് നീട്ടണ കണ്ടോ? നാവൊക്കെ നീട്ടി ഇങ്ങനെ പേടിപ്പിക്കാൻ പോലെ. പിന്നെ നാടൻ കോഴി. നാടൻ കോഴിനെ കിട്ടാൻ പ്രയാസമാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ വഴിപാടായി കിട്ടിയ ഇഷ്ടംമാതിരി നാടൻ കോഴി. 100 കണക്കിന് നാടൻ കോഴികൾ വെട്ടി ചെമ്പിലാക്കി അത് വേവിച്ച് ഞങ്ങളൊക്കെ അതില് കൂടെ നിന്നൊടുത്ത്. നമ്മളെ സ്വന്തം വീട്ടിലെ പരിപാടിക്ക് പോലെ ചെമ്പിലൊക്കെ ആക്കി ചെമ്പ് പിടിക്കാനൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഏതൊരു മനസ്സ് നിറഞ്ഞു പോയി. പിന്നെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ നാടൻ കോഴി ഇങ്ങനെ വെന്തിങ്ങനെ വരികയല്ലേ. മണം അടിച്ചിട്ട് ഏകദേശം 3, 3:30 ഒക്കെ ആയപ്പോഴേക്കും തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങള് പോന്നു. പോന്നപ്പോഴും വീട്ടിലെത്തിയപ്പോഴും മനസ്സിൽ ഈ രൂപം വിട്ടു മാറുന്നില്ല. ഈ ഒരു ഗുളികന്റെ രൂപം ഞെട്ടിക്കുന്ന ഭാവങ്ങൾ ഏതായാലും മനസ്സ് നിറഞ്ഞ്. അപ്പം എല്ലാവരും ഇത് കാണുക, സപ്പോർട്ട് ചെയ്യുക. മുത്തപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പൊ അടുത്ത വർഷം വീണ്ടും പോണം. ഓക്കെ.